Continuity and differentiability, part 5. Derivative of exponential and logarithmic functions. First, exponential function. F of x equal to e raised to x is called natural exponential function. Exponential function ne kurichu first year la ningal exponential limit ne kurichokke padikkunnundu. F of x equal to a raised to x ആണ് exponential function. അതിൽ f of x equal to e raised to x is called natural exponential function. നമ്മൾ സാധാരണയായി e raised to x നെ exponential function എന്നാണ് പറയുക. അതിൽ e എന്ന നമ്പർ it is defined as 1 plus 1 by 1 factorial plus 1 by 2 factorial plus etc. Approximate value is 2.718. ഇനി d by dx of e raised to x equal to e raised to x itself. അതിൻ്റെ ഒരു ഫിഗർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിൻ്റെ ഗ്രാഫ്. അത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഡൊമൈൻ ആറും റേഞ്ച് 0 to ഇൻഫിനിറ്റി ആണ്. ഡൊമൈൻ ആറാണ്, ഫുള്ള് റിയൽ നമ്പേഴ്സിൽ ഇ റേസ് ടു എക്സ് എന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. റേഞ്ച് 0 to ഇൻഫിനിറ്റിക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. Next, logarithmic function. If x equal to e raised to y, then y equal to log x with base e, which is called natural logarithm of y. അതായത് we know 32 equal to 2 raised to 5, then log 32 with base 2 equal to 5. ഇങ്ങനെയാണ് ലോഗരിതം ഡിഫൈൻ ചെയ്യുന്നത്. 2 raised to 5 32 ആണ്, അതുകൊണ്ട് log 32 with base 2 equal to 5. അതേപോലെ തന്നെ x equal to e raised to y ആണെങ്കിൽ then y equal to log x with base e. ഈ ബേസ് ആയിട്ടുള്ള ലോഗരിതത്തിന് നാച്ചുറൽ ലോഗരിതം എന്ന് പറയും. ഇനി മുതൽ അങ്ങോട്ടുള്ള, അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ലോഗരിതം ഒക്കെ ഈ ബേസ്ഡ് ആയിട്ടുള്ള ലോഗരിതമാണ്. നമ്മൾ സിംപ്ലി log x എന്ന് എഴുതുന്നു. f of x equal to log x is called logarithmic function. d by dx of log x equal to 1 by x. ലോഗരിതമിക് ഫംഗ്ഷന്റെ ഗ്രാഫ് ഒന്ന് നോക്കുക. ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഡൊമൈൻ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആണ്, റേഞ്ച് -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി ആണ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് കൂടി നോക്കുക. e raised to log x equal to x for all x belongs to 0 ഇൻഫിനിറ്റി. കാരണം 0 ഇൻഫിനിറ്റിയിലുള്ള ടേംസിൽ മാത്രമേ log x ഡിഫൈൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് e raised to log x equal to x if x belongs to 0 ഇൻഫിനിറ്റി. log e raised to x equal to x if x belongs to r. ഈ രണ്ട് ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. e raised to log x equal to x, log e raised to x equal to x. അതായത് ഇത് f of g equal to g of f equal to I എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ശരിക്കും e raised to x ഉം log x ഉം ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആണ്. നൗ log b with base e, നമ്മൾ ഇവിടെ പറയുന്ന ലോഗിൻ്റെ ഒക്കെ ബേസ് e ആണ്. അങ്ങനെയാണെങ്കിൽ log b with base a equal to log b with base a equal to log b by log a, that is log b with base e divided by log a with base e. ഇതൊരു പ്രോപ്പർട്ടിയാണ്. log b with base a equal to log b divided by log a. ഇവിടെയുള്ള ബേസ് എന്ന് പറയുന്നത് e ആണ്. നൗ ലോഗരിതത്തിന്റെ മറ്റൊരു പ്രോപ്പർട്ടി log ab equal to log a plus log b. log a by b equal to log a minus log b and log a raised to b equal to b log a. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ. log a raised to b equal to b log a. മറ്റൊരു പ്രോപ്പർട്ടി ഇതാണ്. e raised to x ന്റെ ഗ്രാഫും y equal to log x ന്റെ ഗ്രാഫും കൂടി വർക്കാണെങ്കിൽ നമുക്ക് മനസ്സിലാവും it is symmetric with respect to the line y equal to x. That is e raised to x and log x are functions inverse to each other. അതുകൊണ്ടാണ് e raised to log x equal to x, log e raised to x equal to x എന്ന് കിട്ടുന്നത്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഡിഫറൻഷിയേറ്റ് ദി ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു x. നമ്മൾ അവിടെ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം d by dx of e raised to x equal to e raised to x, d by dx of log x equal to 1 by x. First question, y equal to e raised to x cube.
അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഓരോ കാര്യങ്ങളും കൂടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും അങ്ങനെയാണ് വരുന്നത്. ഇവിടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, കൂടാതെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ കൂടിയാണ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഒന്ന് ഇ എന്ന ഫംഗ്ഷൻ, ഒന്ന് എക്സ് ക്യൂബ് എന്ന ഫംഗ്ഷൻ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. dy ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യം ഇ എന്ന ഫംഗ്ഷൻ്റെ, അതായത് ഇ റേസ് ടു എക്സ് എന്ന രീതിയിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വിനോ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇറ്റ്സെൽഫ്. Therefore dy by dx here, dy by dx equal to e raised to x cube into derivative of x cube, that is 3x square. Once again, dy by dx equal to e raised to x cube into 3x square. Second question, y equal to e raised to sin inverse x. e raised to sin inverse x in the derivative e raised to sin inverse x into sin inverse x in the derivative 1 by root of 1 minus x square. Therefore dy by dx equal to e raised to sin inverse x into 1 by root of 1 minus x square. Next question, y equal to e raised to x divided by sin x. ഇവിടെ quotient rule തന്നെ അപ്ലൈ ചെയ്യണം. Applying quotient rule we have sin x into d by dx of e raised to x minus e raised to x into d by dx of sin x divided by sin square x. Now d by dx of e raised to x equal to e raised to x, d by dx of sin x equal to cos x. Hence dy by dx equal to sin x into e raised to x minus e raised to x into cos x divided by sin square x. Next question, sin of tan inverse e raised to minus x. Actually 4 ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. ഒന്ന് സൈൻ, രണ്ടാമത്തെ ടാൻ ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ, മൂന്നാമത്തെ ഇ എന്ന ഫംഗ്ഷൻ, പിന്നെ മൈനസ് എക്സ് എന്ന ഫംഗ്ഷൻ. മൈനസ് എക്സ് ഓരോന്നായി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സൈനിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. ഈ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ആണ്. ആ 4 ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓരോന്നായിട്ട് നോക്കാം. Sin of tan inverse e raised to minus x, dy by dx equal to cos of tan inverse e raised to minus x into tan inverse in the derivative 1/1 plus e raised to minus x square into e raised to minus x in the derivative e raised to minus x into -1. Therefore answer is cos of tan inverse e raised to minus x into 1/1 plus e raised to minus x whole square into e raised to minus x into -1. Next question, y equal to log cos e raised to x. ഇവിടെ ഈ 3 ഫംഗ്ഷൻ log cos e raised to x. We know d by dx of log x equal to 1/x, d by dx of cos x equal to minus sin x, d by dx of e raised to x equal to e raised to x. Now dy by dx equal to 1 by cos e raised to x into minus sin e raised to x into e raised to x. Next question, y equal to root e raised to root x. ഇവിടെ 3 ഫംഗ്ഷൻ ആണ്, റൂട്ട് e root x. That is, if y equal to root of e raised to root x, dy by dx equal to 1/2 root of e raised to root x into e raised to root x into 1/2 root of x. ഇവിടെ e raised to root x ആണ്, ഇവിടെ root of e raised to root x ആണ്. It is of the form 2/√2 or 3/√3. You know 3/√3 equal to √3. ഇവിടെയും റൂട്ട് സൈൻ ഉണ്ട്, ഇവിടെയും റൂട്ട് സൈൻ ഉണ്ട്. ഈ റൂട്ടും ഈ ഫംഗ്ഷനും കൂടി ക്യാൻസൽ ആവും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1/2 റൂട്ട് e raised to root x, ഇവിടെ e raised to root x. ഇത് രണ്ടും ക്യാൻസൽ ആയാൽ ന്യൂമറേറ്ററിൽ റൂട്ട് ഓഫ് e raised to root x വരും. 2 into 2 4, here also root x. Therefore dy by dx equal to 1/4 into root of e raised to root x by x. Okay, next question, y equal to log x. dy by dx equal to log x ആണ്. Its derivative is 1/log x into log x into derivative 1/x. That is equal to 1/x log x. Therefore dy by dx equal to 1/x log x if y equal to log x.
log xന്റെ ഡെറിവേറ്റീവ് 1/x log x ആണ്. നെക്സ്റ്റ് y ഈക്വൽ ടു കോസ് ഓഫ് log x പ്ലസ് ഇ റേസ് ടു എക്സ്. കോസ് ഓഫ് log x പ്ലസ് ഇ റേസ് ടു എക്സ് ആണ്. therefore dy by dx ഈക്വൽ ടു മൈനസ് സൈൻ ഓഫ് log x പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x പ്ലസ് ഇ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് log x പ്ലസ് ഇ റേസ് ടു എക്സ് ഈക്വൽ ടു 1/x. log xന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്. ഓക്കെ.